നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ്സ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? കുറേ നാളായിട്ട് വരാൻ പറ്റിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. നൗ ഐ ആം ഫ്രീ. പ്രീവിയസ് വീഡിയോസിലെ കമൻസൊക്കെ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു എനിക്ക് കമൻസ്. ലൈക്ക് എന്താണ്, വളരെ കുറേയൊക്കെ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് കുറേ എനിക്കറിയില്ല ഞാൻ എന്താണോ ഈ ഒരു വീഡിയോ കൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി, ചേസ് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, അവരെ കുറിച്ചിട്ട് എന്താണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. Eight of Wands, Page of Cups, King of Cups. Four of Wands, Nine of Wands, Wands, Five of Wands. ഓ എൻ്റെ പൊന്നോ, എല്ലാ വാൻസ് ആണ് കേട്ടോ. Three of Swords and taking King of Pentacles. Okay. See, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് റീസെൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് വോക്ക് അവേ ചെയ്തിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഓർ കരിയർ പാത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, മേ ബി ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഒരു കരിയറിൽ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾ വോക്ക് അവേ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വോക്ക് അവേ ചെയ്തിട്ടുണ്ടാവാം. ഐ ഡോണ്ട് നോ. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം അത്രയും പെയിൻഫുള്ളായിട്ട് എൻഡ് ആയിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ടും കരിയർ തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നുകൊണ്ട് നമുക്ക് കരിയർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജോബിൽ നിന്ന് നിങ്ങൾ എന്ത് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിലൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കതിൽ പൂർണ്ണമായിട്ടും ഒരു മനസ്സോട് കൂടി നിന്നിട്ട് നമുക്കതിൽ ലോയലായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ അത് തന്നെയാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ലൈക്ക് ഞാൻ എടുക്കുന്നല്ല, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ജോലി എനിക്കുള്ള ജോലിയാണോ, അതാണോ എൻ്റെ പർപ്പസ്, ലൈഫ് പർപ്പസ് അതാണോ എന്നുള്ള രീതിക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥകളിലാണ് നിങ്ങളിവിടെ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. കുറച്ച് പേര് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, എബ്രോഡിൽ പോയി ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എബ്രോഡ് ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് കരിയറിൽ. എബ്രോഡ് പോകണോ അതോ ഈ സെയിം ജോബ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ തല പുകച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു എനർജി മാച്ച് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള എനർജീസ് നിങ്ങൾക്ക് മാച്ച് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവുന്നില്ലെങ്കിലും മുന്നോട്ട് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജീസ് മാച്ച് ആവുന്നുണ്ടാവും. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻസ് മാച്ച് ആയിട്ടുള്ളവർക്ക് പക്കായി ഒരു റീഡിങ് മാച്ച് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. യെസ്, സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ ആൻഡ് സജിറ്റേറിയസ് ഫയർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. ഫയർ സൈനിൽ ഏറ്റവും കൂടുതൽ ലിയോ എനർജീസ് ആണ് നമുക്കിവിടെ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ലിയോ എനർജീസ് ലിയോ മീൻസ് പാഷൻ, ഫയറി എനർജീസ്. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ സെൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ഒരു ടൈമിൽ ഇതാണ്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് വാൻസിൻ്റെ കാർഡാണ്. അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് വളരെയധികം ഇമോഷണൽ കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്നുണ്ടാവും. നമ്മൾ പറയത്തില്ലേ, ചില വ്യക്തികളുടെ മൈൻഡ് പവർ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരത്രയും ടഫ് ആൻഡ് റഫ് ആയിരിക്കും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഈ ഒരു വ്യക്തി ഒരു ഡീപ്പർ ലെവലിൽ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം കിങ് ഓഫ് പെൻറ്റിക്കിൾസും കിങ് ഓഫ് കപ്സ് എപ്പം നമ്മുടെ റീഡിങ്സിൽ വന്നാലും നമുക്ക് പറയാൻ പറ്റും ഇമോഷണൽ മെച്യൂരിറ്റി വളരെയധികം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. വളരെയധികം കൺട്രോൾ ഉള്ള ഒരു വ്യക്തി. അവരുടെ ഇമോഷൻസും എല്ലാ ഫീലിങ്സിലും അവർക്ക് മാക്സിമം അവർക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കുറച്ച് സമയങ്ങൾ ചിലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജി, വളരെയധികം. പേജ് ഓഫ് കപ്സ് മീൻസ് വാട്ട്? ഇറ്റ്സ് റൊമാൻസിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരു മേ ബി നിങ്ങൾ ഡേറ്റ് ചെയ്യുമായിരിക്കും റീസെൻ്റ്ലി ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട്. അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഡേറ്റിംഗ് എനർജീസിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത് റിലേഷനിൽ. പക്ഷെ നിങ്ങൾ ആ ഒരു ടൈമിൽ പോലും നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിംഗ് എനർജീസ് എന്ന് പറയുന്ന നിൽക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. നിങ്ങളും ആ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവന് നിങ്ങളുടെ റിലേഷൻ മേ ബി ഇത് മാരിറ്റൽ റിലേഷൻ ആവാം, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ കഴിഞ്ഞ് യങ് ആയിരിക്കാം, സിംഗിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു ഡേറ്റിംഗ് എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ടൈമിൽ. ലൈക്ക് ഈ ഒരു വ്യക്തി അങ്ങനെ കുറേ ഡേറ്റ്സ് ഒക്കെ ചെയ്ത് കുറേ ആളുകളെ എന്താ പറയുക, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എപ്പോൾ വന്നാലും നമുക്ക് പറയാൻ പറ്റും ഡസൻറ്റ് മാറ്റർ ഇത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവർ വളരെ സ്റ്റേബിളാണ്, ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിളാണ് കേട്ടോ. അതിപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരു ടൈം കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇവർ നിങ്ങളുടെ കൂടെ അവർക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ? പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടും ഇവരുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് നല്ല രീതിക്ക് അവരുടെ വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളും ഇൻവെസ്റ്റ് വൈസ്ലി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ലോങ് ടേമിന് വേണ്ടിയിട്ട് വളരെ വൈസ്ലി ആ ഒരു രീതിക്കാണ്. ലൈക്ക് എന്താലോചിച്ച് പിടിച്ച് പതിയെ ഒരു സ്ലോ സ്റ്റെപ്പ് എടുത്തെടുത്ത് ബേബി സ്റ്റെപ്സ് എടുത്ത് ഓരോ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹം. സഡൻലി ഒരു കാര്യത്തിലേക്ക് ചാടിച്ചെന്ന് അതൊരു തെറ്റാണ് എന്നുള്ള, അല്ലെങ്കിൽ നാളെ ഒരിക്കൽ തെറ്റായി പോയല്ലോ എന്നുള്ളൊരു റിഗ്രഷൻ ഉണ്ടാക്കാനുള്ളൊരവസ്ഥ ഈ ഒരു വ്യക്തി ചെയ്യില്ല. ഇവർ നന്നായിട്ട് ആലോചിച്ച് കണ്ടിട്ടായിരിക്കും ലോങ് ടേം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ഈ ഒരു വ്യക്തി വളരെ ടഫാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, വളരെ പ്രാക്ടിക്കാലിറ്റിയാണ്, ഇവരുടെ ഉള്ളിൽ ഇമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അതല്ല, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലോങ് ടേമിൽ എപ്പോഴും വളരെ ആലോചിച്ച് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും ഇത് വളരെ ആലോചിച്ച് കണ്ട് കൊടുക്കണം എന്നുള്ളൊരു തോട്ട്സ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളൊരു ഓഫർ വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അവരുടെ ഫീലിങ്സ് വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അത് നടക്കുന്ന കാര്യമില്ല. വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലെവർ ആയിട്ടുള്ള ആളുകളാണ് ഇവർ. ലൈക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇവർക്ക് പെട്ടെന്ന് എന്താ പറയുക, കാര്യങ്ങളെ ടേൺ ചെയ്യാനായിട്ട് അറിയാം. മേ ബി ഈ ഒരു വ്യക്തി ഒരു ബിസിനസ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഡസൻറ്റ് മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ വളരെയധികം ഇവർക്ക് എല്ലാ തരത്തിലും നല്ല രീതിക്ക് നല്ല മൈൻഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കും, നല്ലൊരു ബോധവും വിവരവും ഉള്ളൊരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിൽ ഞാൻ ലോങ് ടേം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യണം ലൈക്ക് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അത് വേർത്തിയാണ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യാൻ. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ഇവർ ശരിക്കും നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടാവില്ല. ഇവരുടെ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കാൻ, അല്ല നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനുടമ ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്.
വളരെ ഡിറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തി, എല്ലാ കാര്യത്തിലും അവെയർനെസ് ഉള്ളൊരു വ്യക്തി. ലൈക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വളരെയധികം മേ ബി നിങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ടും ക്യാഷ് ഉണ്ടാവാം, അവർ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ കഴിഞ്ഞും. എന്താ പറയുക, കിങ് ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് അബണ്ടൻസ്. അബണ്ടൻസ് എല്ലാ ഫീൽഡിലും അബണ്ടൻസ്, എവിടെ കൈവച്ചാലും അബണ്ടൻസ്. ഓക്കെ, ആ ഒരു എനർജീസാണ്. സോ ഇവർക്കറിയാം അത് റിലേഷനിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എവിടെ ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ ബെനിഫിറ്റ്സ് ആകും, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആകും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് കണ്ടാണ് ഏതൊരു ഓഫറും ഈ ഒരു വ്യക്തി ഒരു പേഴ്സണ് കൊടുക്കുന്നുള്ളത്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ഒത്തിരിയധികം കോംപ്രമൈസസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ കൂടെ സ്റ്റേ ചെയ്യാൻ. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നത്. മേ ബി റീസെൻ്റായിട്ട് ആരുടെയെങ്കിലും ഡെത്ത് നടന്നിട്ടുണ്ടാവാം. അതിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ടത് അവരുടെ ഉള്ളിൽ ശരിക്കും അതൊരു പെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തിയുടെ ട്രസ്റ്റ് ആരെങ്കിലും ബ്രേക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ മേ ബി അതിൻ്റെ ഒരു പെയിനും ഒരു അങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പീരീഡ് ഓഫ് ഡിഫിക്കൽട്ടി ഓർ ഹാർഡ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂഷ്വലി ഓൺ ആൻ ഇമോഷണൽ ലെവൽ. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ ഈ ഒരു നൈറ്റ് ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നല്ല പെയിനിലാണ് ഇരിക്കുന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ഇവർ ഈ ഒരു പെയിനിലിരിക്കുമ്പോൾ ഇവർ നിങ്ങളോട് ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എക്സാക്റ്റ് ഇവരുടെ മനസ്സിൽ എന്താണ്, ലൈക്ക് ഈ ഒരു ടൈമിൽ ഇവരുടെ പെയിൻ്റെ റീസൺ എന്താണോ ആ ഒരു റീസൺ നിങ്ങളുടെ അടുത്തേക്ക് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് ലൈക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു തോട്ട്സിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഒരു വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലത്തെ ഒരു തോട്ട്സ് ആയിരിക്കും ഇവർക്ക് വരുന്നുണ്ടാവുക എപ്പോഴും. നിങ്ങൾ ഈ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവരെന്ത് കാര്യങ്ങൾ ഇവർക്ക് അത്രയും ഡീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുള്ളപ്പോൾ, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളപ്പോൾ ഇവർ ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങളത് നിങ്ങളോട് പറയുമ്പോൾ അവിടെ നിന്നൊരു ഹീലിംഗ് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം ഇവർ മറ്റൊരാളോട് ഷെയർ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്ത് അത്രയും ഇൻറ്റൻസ്. ഈ ഒരു വ്യക്തി വളരെ ടഫാണ് ഓപ്പൺ അപ്പ് ആവാനായിട്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തി ഓപ്പൺ അപ്പ് ആയി വന്നിട്ടുണ്ടാവാം ചെറിയ രീതിയിൽ. ഫുള്ളി ഓപ്പൺ അപ്പ് ആയിട്ടില്ലെങ്കിലും ചെറിയ രീതിക്ക് ഈ ഒരു വ്യക്തി ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടാവാം. ഐ തിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതാണ് മെയിൻ റീസൺ. നിങ്ങളോട് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടും ഉണ്ടാവും, ഞാൻ നിന്നെ ഒത്തിരിയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു മൊമെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെയോ ഒരു എൻഡിങ്സ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തോ മേജർ എൻഡിങ്സ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ എൻഡിങ്സിൻ്റെ ഒരു പെയിനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ടൈമിലുള്ളത്. ഓക്കെ, സോ അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. കോൺടാക്റ്റ് ഇല്ല. നിങ്ങൾക്ക് കോൺടാക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളോ മെസ്സേജസോ വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു റീയൂണിയൻ നിങ്ങൾ 11 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. 111 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും. 10 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. സോ 21 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇമ്പോർട്ടൻ്റ് ആണ്, 3 ഇമ്പോർട്ടൻ്റ് ആണ്, 5 ഇമ്പോർട്ടൻ്റ് ആണ്, 888 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. അതുപോലെ തന്നെ മെയ് ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. ആൻഡ് മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർച്ച് മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കൗൺസിലിംഗ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. റീക്കി ഹീലിംഗ്സ് നമ്മൾ ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് പർപ്പസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഞാൻ കുറച്ച് പേർക്കൊക്കെ ബ്രേസ്ലെറ്റ്സ് കൊടുക്കും. നമ്മുടെ ഇപ്പോൾ ഉള്ള ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ മണി മാഗ്നറ്റ്,
അതുപോലെ തന്നെ റോസ് കോഡ്സ്, ഈവൽ ഐസ്, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ, യാ 7 ചക്ര ബ്രേസ്ലെറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് എന്നോട് പറയുക, ഞാനത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ക്രിസ്റ്റൽസൊക്കെ നിങ്ങൾ ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും ക്രിസ്റ്റൽസ്. റോസ് കോഡ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്റ്റോൺസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നമ്മുടെ ലൈഫിലുണ്ട്. ഇത് ഞാൻ റോസ് കോഡ്സ് ഇത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കാതെ പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. താങ്ക് യു സോ മച്ച്.